നമസ്കാരം. ആദ്യം നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. ദുബായ് എമിറേറ്റ്സ് റോഡിൽ വാഹനാപകടം, 8 മരണം. മരിച്ചവരിൽ 6 പേർ ഇന്ത്യക്കാർ, 8 പേർക്ക് പരിക്കേറ്റു, 5 പേരുടെ നില ഗുരുതരം. അപകടമുണ്ടായത് ട്രക്കിൽ മിനി ബസ് ഇടിച്ചു. സംസ്ഥാനത്ത് മഴ കനക്കുമെന്ന് മുന്നറിയിപ്പ്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ റെഡ് അലർട്ട്. കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. അറബിക്കടലിൽ ചക്രവാത ചുഴി തുടരുന്നു. 60 കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യത. ഒമാൻ തീരത്ത് ഇന്ത്യൻ കപ്പലിന് നേരെ ആക്രമണം. ഇന്ധന ടാങ്കർ കപ്പലിന് തീപിടിച്ചു. കപ്പലിലെ 24 ഇന്ത്യക്കാരും സുരക്ഷിതരെന്ന് ഷിപ്പിംഗ് മന്ത്രാലയം. മാസപ്പടി കേസിൽ CMRന് വീണ്ടും തിരിച്ചടി. 134 രേഖകൾ ഇഡിക്ക് കൈമാറണമെന്ന് PMLA കോടതി. CMRന്റെ എതിർപ്പ് കോടതി തള്ളി. ഇന്ത്യ മുന്നണി യോഗത്തിൽ കോൺഗ്രസിനെതിരെ വിമർശനം. DMK വിഷയം ഉന്നയിച്ച് മറ്റു പാർട്ടികൾ. സഖ്യത്തിന്റെ പ്രവർത്തനം ഏകോപിപ്പിക്കാൻ 2 മാസം കൂടുമ്പോൾ യോഗം ചേരാൻ തീരുമാനം. പ്രശ്നങ്ങൾ പരിഹരിച്ച് മുൻപോട്ടെന്ന് KC വേണുഗോപാൽ. മുല്ലൻപൂർ ടെസ്റ്റിൽ അഫ്ഗാനിസ്ഥാനെതിരെ ഇന്ത്യക്ക് തകർപ്പൻ വിജയം. അഫ്ഗാനിസ്ഥാനെ ഇന്നിംഗ്സിനും 300 റൺസിനും തകർത്തു. 2ാം ഇന്നിംഗ്സിൽ അഫ്ഗാൻ 112 ഓൾ ഔട്ട്. ടെസ്റ്റിലെ ഇന്ത്യയുടെ ഏറ്റവും വലിയ വിജയം. വാർത്തകൾ വിശദമായി നോക്കാം. ദുബായ് എമിറേറ്റ്സ് റോഡിൽ വാഹനാപകടത്തിൽ 8 പേർ മരിച്ചു. മരിച്ചവരിൽ 6 പേർ ഇന്ത്യക്കാരാണ്. മറ്റ് 2 പേർ നേപ്പാൾ, ശ്രീലങ്ക സ്വദേശികളാണ്. പരിക്കേറ്റ് ചികിത്സയിലുള്ള 8 പേരിൽ 2 പേർ ഇന്ത്യക്കാരാണ്. സാങ്കേതിക തകരാറിനെ തുടർന്ന് റോഡിന് നടുവിൽ പെട്ടെന്ന് നിന്നുപോയ ട്രക്കിലേക്ക് മിനി ബസ് ഇടിച്ചു കയറിയാണ് അപകടമുണ്ടായത്. ട്രക്കുമായി സുരക്ഷിതമായ അകലം പാലിക്കാതിരുന്നതും ബസ് ഡ്രൈവറുടെ ശ്രദ്ധക്കുറവുമാണ് അപകടത്തിന് കാരണമായത് എന്നതാണ് പ്രാഥമിക നിഗമനം. ഹോർമോസ് കടലിടുക്കിന് സമീപം ഒമാൻ തീരത്ത് ഇന്ത്യൻ കപ്പലിന് തീപിടിച്ചു. ഇന്ധന ടാങ്കർ കപ്പലിനാണ് തീപിടിച്ചത്. 24 ജീവനക്കാരാണ് കപ്പലിൽ ഉണ്ടായിരുന്നത്. ജീവനക്കാരെല്ലാം സുരക്ഷിതരെന്ന് മന്ത്രാലയം അറിയിച്ചു. ചരക്ക് കപ്പൽ മാരിവെക്സിനാണ് തീപിടുത്തമുണ്ടായത്. ആക്രമണത്തിനിടയിലാണ് കപ്പലിന് തീ പിടിച്ചത് എന്നതാണ് വിവരം. മാസപ്പടി കേസിൽ രേഖകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൈമാറണമെന്ന് കോടതി. SFIO ശേഖരിച്ച 134 രേഖകൾ കൈമാറാനാണ് നിർദ്ദേശം. CMRൽ എതിർപ്പ് കോടതി തള്ളി. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ശേഖരിച്ച രേഖകളും വിവരങ്ങളും വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയെ സമീപിച്ചിരുന്നു. ഇതിലാണ് EDക്ക് അനുകൂലമായ വിധിയുണ്ടായിരിക്കുന്നത്. EDയുടെ അപേക്ഷയെ CMRൽ എതിർത്തിരുന്നു. രേഖകൾ വിട്ടു നൽകരുതെന്നായിരുന്നു CMRലിന്റെ ആവശ്യം. ഇത് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന കൊച്ചിയിലെ പ്രത്യേക കോടതി തള്ളി. നേരത്തെ CMRൽ എക്സാലോജി കേസിൽ അന്വേഷണവുമായി മുന്നോട്ടു പോകാൻ EDക്ക് ഹൈക്കോടതി അനുമതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നിർണായക ഘട്ടത്തിലേക്ക് അന്വേഷണ സംഘം കടന്നിരിക്കുന്നത്. വീണയും CMRലും തമ്മിലുണ്ടാക്കിയ 2016 കരാർ, എക്സാലോജിക്കും CMRലും 2017 ഉണ്ടാക്കിയ കരാർ എന്നിവയുടെ പൂർണ്ണ വിവരങ്ങൾ അന്വേഷണ സംഘം ശേഖരിക്കുകയാണ്. എക്സാലോജി കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, വീണയുടെ IT റിട്ടേൺ വിശദാംശങ്ങളടക്കം 54 ഭാഗങ്ങളായുള്ള 134 രേഖകൾ EDക്ക് കോടതി അനുമതി നൽകിയോടെ ലഭിക്കും. CMRലും എക്സാലോജിക്കും ഉൾപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം ED നടത്തുന്ന അന്വേഷണത്തിന് ഈ രേഖകൾ നിർണായകമാണ്. എംപവർ ഇന്ത്യ ക്യാപിറ്റൽ കമ്പനിയുമായി ബന്ധപ്പെട്ട ലോൺ വിശദാംശങ്ങളും വീണയുടെ ലോൺ തിരിച്ചടവിന്റെ വിശദാംശങ്ങളും ED ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടിരുന്നു. വീണ വിജയൻ ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ നീക്കം ആരംഭിച്ചിരിക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നടന്ന EDയുടെ ഉന്നതതല യോഗത്തിലാണ് കോടതിയെ സമീപിച്ച് രേഖകൾ ഔദ്യോഗികമായി ആവശ്യപ്പെടാൻ ഉദ്യോഗസ്ഥർ തീരുമാനമെടുത്തത്. ED ഡയറക്ടർ രാഹുൽ നവീൻ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. കേസിനെ രാഷ്ട്രീയമായി നേരിടാൻ CPM തീരുമാനിച്ചതോടെ നിയമപരമായി പഴുതുകളടച്ച അന്വേഷണത്തിനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരുങ്ങുന്നത്. അമൃത ന്യൂസ്, കൊച്ചി. സംസ്ഥാനത്ത് മഴ കനക്കുമെന്ന് മുന്നറിയിപ്പ്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധിയാണ്. അറബിക്കടലിൽ ചക്രവാത ചുഴി തുടരുന്നു. 60 കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട്. വടക്കൻ ജില്ലയിലെ മഴയുടെ വിവരങ്ങളുമായി രേഷ്മ ചേരുന്നുണ്ട്. രേഷ്മ, 3 ജില്ലകളിലാണ് റെഡ് അലർട്ട്
പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഒപ്പം കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു. എങ്ങനെയാണ് മുന്നറിയിപ്പുകൾ, ജാഗ്രതാ നിർദ്ദേശങ്ങൾ, മറ്റു വിവരങ്ങൾ? 3 ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാസർഗോഡ്, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലാണ് റെഡ് അലർട്ട് നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇവിടെ കനത്ത മഴയ്ക്കാണ് സാധ്യത പറയുന്നത്. ഇന്നിവിടെ ഓറഞ്ച് അലർട്ട് ആണെങ്കിൽ പോലും ശക്തമായ മഴ അനുഭവപ്പെട്ടിരുന്നില്ല. ഒപ്പം തന്നെ നാളെ വടക്കൻ ജില്ലയിൽ തന്നെ വയനാട്, അതുപോലെ മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇവിടെയും ശക്തമായ മഴ ലഭിക്കുമെന്നാണ് സൂചന. നമുക്കറിയാം, ഈ റെഡ് അലർട്ടിന്റെ പശ്ചാത്തലത്തിൽ കോഴിക്കോടും കാസർഗോഡും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കലക്ടർ. ഈ ഭാഗങ്ങളിൽ വിനോദസഞ്ചാരങ്ങൾക്കുൾപ്പെടെ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ ഇറങ്ങരുതെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. നാളെ ട്രോളിംഗ് തുടങ്ങുകയാണ്. നാളെ അർദ്ധരാത്രിയോടെയാണ് ട്രോളിംഗ് തുടങ്ങുന്നത്. അതിന് തൊട്ടു മുന്നേ തന്നെ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ ബോട്ട് ഉൾപ്പെടെ കരയിലേക്ക് കയറ്റി തുടങ്ങിയിട്ടുണ്ട്. മലയോരത്ത് കനത്ത മഴയാണ് ഇന്ന് കോഴിക്കോട് ജില്ലയിൽ ഉൾപ്പെടെ അനുഭവപ്പെട്ടിരിക്കുന്നത്. നഗരത്തിലേക്ക് അത്ര തന്നെ മഴ ഉണ്ടായിരുന്നില്ല. മലയോരത്തെ ജലാശയങ്ങളിൽ ഉൾപ്പെടെ വെള്ളപ്പൊക്കത്തിന് സമാനമായ സാഹചര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് ജില്ലയിൽ 2 മരണവും കുറ്റ്യാടിപ്പുഴയിൽ 2 മരണവും ഉണ്ടായിട്ടുണ്ടായിരുന്നു. നിലവിൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ജലാശയങ്ങളിൽ ഉൾപ്പെടെ ആളുകൾ ഇറങ്ങരുതെന്നും വിനോദസഞ്ചാരത്തിനുൾപ്പെടെ ഈ മലയോരത്ത് ഉൾപ്പെടെ പോകരുതെന്നും നിർദ്ദേശമുണ്ട്. അശ്വതി. ശരി, മഴയുടെ വിവരങ്ങളാണ് രേഷ്മ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. KSRTCയിൽ സ്ത്രീകൾക്ക് പ്രഖ്യാപിച്ച സൗജന്യ യാത്ര ആദ്യഘട്ടത്തിൽ ഓർഡിനറി ബസ്സുകളിൽ മാത്രം. 100 ദിവസത്തെ ലാഭനഷ്ട കണക്കുകളുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷമാകും മറ്റു ബസ്സുകളുടെ കാര്യത്തിൽ തീരുമാനമുണ്ടാകുക. സാമ്പത്തിക സ്ഥിതിയുമായി ബന്ധപ്പെട്ട ആശങ്ക KSRTCക്ക് വേണ്ടെന്നും ജൂൺ 15 തന്നെ പദ്ധതി നടപ്പിലാക്കുമെന്നും ഗതാഗത മന്ത്രി CP ജോൺ പറഞ്ഞു. ഇന്ന് മുഖ്യമന്ത്രിയും ഗതാഗത മന്ത്രിയും നടത്തിയ കൂടിക്കാഴ്ചയിലാണ് നിർണായകമായ തീരുമാനം. ജൂൺ 10 നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രയുടെ വിശദാംശങ്ങൾ സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകും. ആദ്യഘട്ടത്തിൽ ഓർഡിനറി ബസ്സുകളിൽ മാത്രമാകും പദ്ധതി നടപ്പിലാക്കുക. 100 ദിവസം പദ്ധതി നിരീക്ഷിക്കും. ഈ ദിവസത്തെ സൗജന്യ യാത്രയുടെ ലാഭനഷ്ടക്കണക്ക് പഠിച്ച് റിപ്പോർട്ട് തയ്യാറാക്കും. അതിനുശേഷമായിരിക്കും 2ാം ഘട്ടത്തിൽ പദ്ധതി നടപ്പിലാക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുക. സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ സമൂഹത്തിനും മറ്റു മാനദണ്ഡങ്ങളില്ലാതെ പദ്ധതിയുടെ ഭാഗമാകാം. ആശങ്ക KSRTCക്ക് വേണ്ട. അത് കൃത്യമായൊരു മോഡൽ തയ്യാറാക്കിയിട്ടുണ്ട്. അത് ഫിനാൻസ് സെക്രട്ടറി, അതുപോലെ തന്നെ KSRTC MDയും ബന്ധപ്പെട്ട ഓഫീസർമാരെല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. KSRTC ജീവനക്കാർക്കോ അല്ലെങ്കിൽ KSRTCയെ കുറിച്ച് ചിന്തിക്കുന്ന നമ്മുടെ ആളുകൾക്കോ ഒരാശങ്ക ആവശ്യമില്ല. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, അതിൽ സ്ത്രീകൾ തമ്മിൽ യാതൊരു വ്യത്യാസങ്ങളുണ്ടാവില്ല. പാവപ്പെട്ടവരെന്നോ പണക്കാരെന്നോ ഉദ്യോഗസ്ഥരെന്നോ അങ്ങനെയൊന്നുള്ള വ്യത്യാസം, APL BPL വ്യത്യാസങ്ങളൊന്നുമില്ല. ഏത് സെക്ടറിലാണോ കൊടുക്കുന്നത് അത് പൂർണ്ണമായും സ്ത്രീകൾക്കുള്ളതായിരിക്കും. ഓർഡിനറി ബസ്സിൽ മാത്രം സൗജന്യ യാത്ര അനുവദിച്ചാൽ വർഷം 712 കോടിയോളം രൂപ KSRTCക്ക് നഷ്ടമുണ്ടാകുമെന്നാണ് കണക്ക്. അധിക ബാധ്യത KSRTCക്ക് സർക്കാർ നൽകും. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ വഴി പണം നൽകാനാണ് ആലോചന. അതേസമയം മലബാർ മേഖലകളിൽ ഓർഡിനറി ബസ്സുകളുടെ എണ്ണത്തിലുള്ള കുറവ് പദ്ധതിയെ ബാധിക്കുമോ എന്നും ആശങ്കയുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തിരുവനന്തപുരം നഗരത്തിലെ ശക്തമായ മഴ തുടരുന്നു. പട്ടം ഗേൾസ് ഹൈസ്കൂളിലെ മതിൽ ഇന്ന് പൊളിഞ്ഞു വീണു. പിൻവശത്തെ ക്ലാസ് മുറികളോട് ചേർന്ന മതിലാണ് തകർന്നത്. സമീപത്തുള്ള മതിലും അപകടാവസ്ഥയിലാണ്. ഈ വർഷത്തെ സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നടന്നത് ഈ സ്കൂളിലാണ്. തൃശൂരിലും ശക്തമായ കാറ്റിലും മഴയിലും തെങ്ങ് കടപുഴകി വീടിന് മുകളിലേക്ക് വീണ മേൽക്കൂര തകർന്നു. എരുമപ്പെട്ടി, കാഞ്ഞിരങ്കോട്, പാരാത്തുകുളം, കല്ലൂർ മഠത്തിൽ കൃഷ്ണറാവുവിന്റെ വീടിന് മുകളിലേക്കാണ് തെങ്ങ് വീണത്. ഇന്നലെ രാത്രി 11 മണിയോടെയായിരുന്നു സംഭവം. വീടിന്റെ പുറകുവശത്ത് നിന്നിരുന്ന തെങ്ങ് ശക്തമായ കാറ്റിൽ വേരോടെ പിഴുത് വീടിന് മുകളിലേക്ക് പതിക്കുകയായിരുന്നു. അപകടത്തിൽ വീടിന്റെ പിൻവശത്തെ ഷീറ്റിട്ട ഭാഗം പൂർണ്ണമായും തകർന്നു. അപകട സമയത്ത് കൃഷ്ണറാവുവിന്റെ മകൻ ഗ്രാമപഞ്ചായത്ത് അംഗം K സതീഷ് കുമാറിന്റെ ഭാര്യയും കുട്ടികളുമാണ് വീട്ടിലുണ്ടായിരുന്നത്. അപകടത്തിൽ ആളപായമില്ല. വലിയ ശബ്ദം കേട്ട് വീട്ടുകാർ പുറത്തേക്ക് ഓടിയിറങ്ങി. അപ്പോഴാണ് തെങ്ങ് കടപുഴകി വീണത് കണ്ടത്. തുടർന്ന് നാട്ടുകാരെ വിവരമറിയിക്കുകയും നാട്ടുകാർ സ്ഥലത്തെത്തി മരം മാറ്റാനുള്ള നടപടികൾ സ്വീകരിക്കുകയുമായിരുന്നു. പത്തനംതിട്ട കൂടലിൽ വൻ ദുരന്തം ഒഴിവായത് തലനാരിഴയ്ക്കാണ്. ശക്തമായ കാറ്റിൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടത്തിന് മുകളിലേക്ക് ആൽമരം പിഴുതു വീണു. പുലർച്ചെയായതിനാൽ വൻ ജീവഹാനിയാണ് ഒഴിവായത്. എന്നാൽ അപകട ഭീഷണിയുള്ള മരങ്ങൾ മുറിച്ചുമാറ്റാൻ അപേക്ഷ നൽകിയിട്ടും മുറിച്ചുമാറ്റാൻ തയ്യാറാകാതിരുന്നത് ജില്ലാ പഞ്ചായത്തിന്റെ അനാസ്ഥയാണെന്ന് സ്കൂൾ അധികൃതർ ആരോപിക്കുന്നു. ശക്തമായ കാറ്റിൽ കൂറ്റൻ ആൽമരമാണ് സ്കൂൾ കെട്ടിടത്തിന് മുകളിലേക്ക് പിഴുതു വീണത്.
പുലർച്ചെയായതിനാൽ മാത്രമാണ് വൻ ദുരന്തം ഒഴിവായത്. അപകട വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ ഫയർഫോഴ്സ് സംഘം മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് കെട്ടിടത്തിന് മുകളിൽ നിന്നും മരം മുറിച്ചു മാറ്റിയത്. അത് പല മരങ്ങളും മുറിച്ച് മാറ്റണമെന്ന് ജില്ലാ പഞ്ചായത്തിൽ അറിയിച്ചിരുന്നതാണ്. പക്ഷേ ഇത് പറയുന്ന പോലെ നമ്മൾ അപകടമുണ്ടെന്ന് മനസ്സിലാകാത്ത രീതിയിലായിരുന്നു. ബ്രാഞ്ചസ് ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് നമുക്ക് ഇപ്പം മറിഞ്ഞതിന് ശേഷം മാത്രമാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇത്രയും ഒരു അപകടത്തിലായിരുന്നു ഇതുണ്ടായിരുന്നതെന്ന്. വലിയ അപകടമായേനെ. അതെന്തായാലും ഭാഗ്യത്തിന് അതെ വെളുപ്പാങ്കാലത്തായതുകൊണ്ട് അങ്ങനെ വലിയൊരു അപകടം ഒഴിവായി. അതിൻ്റെ ഒരു സന്തോഷം ഉണ്ട് ഞങ്ങൾക്ക്. ബാക്കിയുള്ളതൊക്കെ മുറിച്ച് മാറ്റാനായിട്ട് ഇനി ഞങ്ങൾ ബാക്കിയുള്ള നടപടികളൊക്കെ എടുക്കാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്കൂൾ വളപ്പിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരം മുറിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് PTA ഭാരവാഹികൾ പലതവണ ജില്ലാ പഞ്ചായത്തിനെ സമീപിച്ചിരുന്നു. എന്നാൽ ഫണ്ടില്ലെന്ന മുടന്തൻ ന്യായം പറഞ്ഞ് ജില്ലാ പഞ്ചായത്ത് അധികൃതർ ഉത്തരവാദിത്തത്തിൽ നിന്ന് കൈയൊഴിയുകയായിരുന്നുവെന്ന് PTA പ്രസിഡന്റ് ആരോപിക്കുന്നു. 4 മരങ്ങളോടുണ്ട് മുറിച്ചു മാറ്റാൻ. ഇനിയും അത് വലിയ മരങ്ങളാണ്. അത് മുറിച്ചു മാറ്റിയില്ലെങ്കിൽ അത് വളരെ അപകടമുണ്ടാക്കുന്നതാണ്. സ്കൂൾ കെട്ടിടം പോലും തകർന്നു പോകുന്ന വലിയ കെട്ടിടങ്ങൾ വരെ കടപുഴക്കി കളയാവുന്ന മരങ്ങളാണ്. ഒരു മരത്തിൻ്റെ വേരുകൾ മുഴുവൻ ഒരു കെട്ടിടത്തിലേക്ക് കയറി നിൽക്കുന്ന 200-250 ഇഞ്ച് വണ്ണമുള്ള മരങ്ങളാണ് നിൽക്കുന്നത്. അത് എത്രയും പെട്ടെന്ന് അധികാരികൾ മുറിച്ചു മാറ്റി തരണമെന്നാണ് PTA പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. നമ്മൾ കഴിഞ്ഞ വർഷവും അതിനങ്ങേ വർഷവും നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. വലിയ മരങ്ങൾ മുറിച്ചു മാറ്റാൻ നമ്മൾ കയ്യിൽ നിന്ന് കാശ് മുടക്കി കുറേ മുറിച്ചു മാറ്റി. 50,000 രൂപ മുടക്കി മുറിച്ചു മാറ്റി. അതിൽ ഫണ്ടൊന്നും നമുക്ക് ഇന്നുവരെ കിട്ടിയിട്ടില്ല. ഇപ്പം പുതിയൊരു ഭരണസമിതി ജില്ലാ പഞ്ചായത്തിൽ വന്ന് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഇവിടെ എത്തിയിട്ടുണ്ട്. പുള്ളിക്കാരൻ ഈ പ്രാവശ്യം എല്ലാ ഫണ്ടുകളും അനുവദിച്ച് തരാമെന്ന് നമ്മളോട് ഏറ്റിട്ടുണ്ട്. കാരണം മരങ്ങളൊക്കെ മുറിക്കുന്നതിനുള്ള ഫണ്ടും കാര്യങ്ങളും എല്ലാം ചെയ്തു തരാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുമുണ്ട്. അപകട ഭീഷണി ഉയർത്തി ഇനിയും വലിയ മരങ്ങൾ സ്കൂൾ വളപ്പിൽ നിൽക്കുന്നുണ്ട്. കുട്ടികളുടെ ജീവന് ഭീഷണിയായ ഈ മരങ്ങൾ കൂടി അടിയന്തരമായി മുറിച്ചു മാറ്റാൻ ജില്ലാ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും അടിയന്തര നടപടി ഉണ്ടാകണമെന്നാണ് ഇപ്പോൾ ഉയരുന്ന ആവശ്യം. അമൃത ന്യൂസ്, പത്തനംതിട്ട. കൊല്ലം പൂയപ്പള്ളിയിൽ വീടിന് മുകളിലേക്ക് പ്ലാവ് ഒടിഞ്ഞു വീണുണ്ടായ അപകടത്തിൽ 6 വയസ്സുള്ള കുട്ടിക്ക് ഗുരുതര പരിക്ക്. ശക്തമായ കാറ്റിലും മഴയിലും മരുതമൺപള്ളി മിഷൻ വിളയിൽ വടക്കുംകര മുകളുവിള വീട്ടിൽ അനിൽകുമാറിന്റെ വീടിന് മുകളിലേക്കാണ് പ്ലാവിന്റെ വലിയ മരക്കൊമ്പ് ഒടിഞ്ഞു വീണത്. ഇന്ന് പുലർച്ചെയോടെയായിരുന്നു സംഭവം. നടി ആക്രമിക്കപ്പെട്ട കേസിലെ മെമ്മറി കാർഡ് വിവാദം പരിഗണിക്കുന്നതിൽ നിന്നും ജഡ്ജി പിന്മാറി. നടിയുടെ ഹർജി ഇനി മറ്റൊരു ബെഞ്ച് പരിഗണിക്കും. മുൻപ് ഇതേ ആവശ്യമുന്നയിച്ച് നൽകിയ നടിയുടെ ഹർജിയെ തുടർന്ന് ഹൈക്കോടതിയിൽ രൂപീകരിച്ച പ്രത്യേക സമിതിയിൽ അംഗമായിരുന്നതുകൊണ്ടാണ് ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യൻ പുതിയ ഹർജി പരിഗണിക്കുന്നതിൽ നിന്നും പിന്മാറിയത്. തിരുവനന്തപുരം ഊരൂട്ടമ്പലത്തിലെ സ്കൂൾ ജീവനക്കാരിയെ ജാതി അധിക്ഷേപം നടത്തിയെന്ന ആരോപണത്തിൽ പ്രതിഷേധം ശക്തം. ജയശ്രീ എന്ന യുവതിയെ ജാതിപ്പേര് വിളിച്ച് അധിക്ഷേപിക്കുകയായി ജോലിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്ത നടപടിക്കെതിരെ SFI ജില്ലാ കമ്മിറ്റി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. എന്നാൽ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ടെന്നും ആരോപണ വിധേയൻ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയാൽ നടപടിയെടുക്കുമെന്നും സ്കൂൾ പ്രിൻസിപ്പൽ പറഞ്ഞു. ഊരുട്ടമ്പലത്തെ പ്രമുഖ വിദ്യാലയത്തിലെ ജീവനക്കാരിയായിരുന്ന ജയശ്രീയെ ജാതി അധിക്ഷേപം നടത്തുകയും തുടർന്ന് ജോലിയിൽ നിന്നും പുറത്താക്കുകയും ചെയ്ത സംഭവത്തിലാണ് ജനരോഷം ഉയരുന്നത്. സംഭവത്തിൽ പ്രതിഷേധിച്ച SFI തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ വിദ്യാലയത്തിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. ആധുനിക സമൂഹത്തിന് ഒട്ടും നിരക്കാത്ത ജാതീയതകളാണ് ഇത്തരക്കാർ വെച്ചു പുലർത്തുന്നതെന്ന് യോഗം ഉദ്ഘാടനം ചെയ്ത ജില്ലാ സെക്രട്ടറി MA നന്ദൻ പറഞ്ഞു. പഞ്ചമിയുടെ സ്വന്തം നാടായ, ചരിത്രത്തിനകത്ത് ഏറ്റവും പ്രസക്തമായ നാടായ ഈ ഊരുട്ടമ്പലത്ത് വന്ന് പഞ്ചമിയുടെ നാട്ടിൽ വന്ന് ആ പഞ്ചമിയുടെ 4ാം തലമുറയിൽപ്പെട്ട ഒരു സ്ത്രീയോട് ഈ രീതിയിലുള്ള സമീപനമെടുത്തത് പ്രതിഷേധാർഹമാണ്. എന്നാൽ സ്കൂളിന്റെ വിശദീകരണം ഇങ്ങനെയാണ്. അന്വേഷണം നടത്തേണ്ട ആദ്യപടി എന്ന് പറയുന്ന അഭിലാഷാണല്ലോ. നമ്മുടെ അഭിലാഷിനെ വിളിച്ചിട്ടാണ് കിട്ടാത്തത്. പിന്നെ ബിന്ദു ചേച്ചിയെ വിളിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ രാവിലെ തന്നെ എനിക്ക് ഇന്നലെ ഒരു SC/ST ഓഫീസറുടെ കോള് വന്നു. ഇന്ന് തന്നെ SC/STന്ന് നമ്മുടെ ബ്ലോക്ക് സാറ് വന്നിട്ടുണ്ടായിരുന്നു, പ്രൊമോട്ടർ വന്നിട്ടുണ്ടായിരുന്നു, DO ഓഫീസിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും സത്യമായ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പോയിൻമെൻറ്റും അതുപോലെ പറഞ്ഞുവിടലും ഒക്കെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണ്. തീർച്ചയായിട്ടും അത് എന്താണെന്നുള്ള സത്യം ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്തായിരുന്നാലും നടപടി ഉണ്ടാകും. സംഭവത്തിൽ മാറനല്ലൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
MG സർവകലാശാല സെനറ്റിൽ സംഘപരിവാർ ബന്ധമുള്ളവരെ ഗവർണർ കുത്തിനിറച്ചെന്ന ഇടതുപക്ഷത്തിന്റെ ആരോപണത്തിനിടെ SFI സർവകലാശാല ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തി. സർവകലാശാലയെ കാവ്യവൽക്കരിക്കാൻ ഗവർണർ ശ്രമിക്കുമ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി മൗനം പാലിക്കുകയാണെന്ന് SFI ആരോപിച്ചു. പോലീസ് ബാരിക്കേഡുകൾ പ്രവർത്തകർ മറികടക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. MG സർവകലാശാലയുടെ 30-അംഗ സെനറ്റിൽ BJP ദേശീയ സമിതി അംഗം J. പ്രമീളാദേവി ഉൾപ്പെടെ ഗവർണർ നോമിനേറ്റ് ചെയ്ത 19 പേർ സംഘപരിവാർ പ്രതിനിധികളാണെന്ന് ഇടതുപക്ഷം ആരോപിച്ചിരുന്നു. വിവിധ മേഖലകളിൽ വൈദഗ്ധ്യം തെളിയിച്ചവരെ അവഗണിച്ച് RSS അനുഭവമുള്ളവരെ സെനറ്റിൽ തിരികെ കയറ്റിയെന്നും മുഖ്യമന്ത്രി VD സതീശനും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി M. ജോണും ഇക്കാര്യത്തിൽ മൗനം പാലിക്കുകയാണെന്നുമാണ് ഇടതുപക്ഷത്തിന്റെ ആരോപണം. UDF-ലെ വിവിധ കക്ഷികളും ഭരണകക്ഷി സംഘടനകളും മൗനം തുടരുകയാണ്. കൊച്ചി സർവകലാശാലയിലെ BJP അധ്യാപക സംഘടനാ നേതാവ് D. മൗദനെ VC ആക്കിയപ്പോഴും UDF മൗനം പാലിച്ചുവെന്നും ഇതെല്ലാം UDF-BJP ഡീലിന്റെ ഭാഗമാണെന്നുമാണ് ഇടതുപക്ഷം ആരോപിക്കുന്നത്. ഈ വിഷയത്തിലുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് SFI കോട്ടയത്ത് MG സർവകലാശാല ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തിയത്. SFI സംസ്ഥാന വൈസ് പ്രസിഡന്റ് KS അമൽ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഗവർണറുമായി പോരാട്ടത്തിനില്ല എന്ന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ നിലപാട് കേരളത്തെ RSSന് അടിയറവ് വയ്ക്കുന്ന VD സതീശന്റെ നയത്തിന്റെ ഭാഗമാണെന്ന് അദ്ദേഹം പറഞ്ഞു. നിങ്ങളുടെ പ്രത്യയശാസ്ത്രത്തിന്റെ കരുത്തിൽ RSSനോട് ആക്രമണോത്സുകമായ രാഷ്ട്രീയം പറയാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. നിങ്ങളുടെ പ്രത്യയശാസ്ത്രത്തിന്റെ കരുത്തിൽ നിങ്ങൾക്ക് ഒരു കാലഘട്ടത്തിലും RSSനോട് എതിരു നിൽക്കാൻ കഴിയുകയില്ല. RSS കുനിഞ്ഞു നിൽക്കാൻ പറഞ്ഞാൽ മുട്ടയിലെഴുതുന്ന രാഷ്ട്രീയ ചരിത്രമാണ് നിങ്ങളുടേതെങ്കിൽ RSSനോട് മുഖത്തു നോക്കി പ്രതിരോധിച്ച രാഷ്ട്രീയ ചരിത്രമാണ്. സർവകലാശാല കവാടത്തിൽ നിന്നും പ്രകടനമായാണ് പ്രവർത്തകർ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന് മുന്നിലേക്ക് എത്തിയത്. ഇവിടെ പോലീസ് സ്ഥാപിച്ചിരുന്ന ബാരിക്കേഡുകൾ പ്രവർത്തകർ മറികടക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് പോലീസ് 2 വട്ടം ജലപീരങ്കി പ്രയോഗിച്ചു. അമൃത ന്യൂസ്, കോട്ടയം. ദളിത് യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പാലക്കാട്ടെ കോൺഗ്രസ് കൗൺസിലർ പ്രശോഭ് വത്സലന്റെ ജാമ്യഹർജി തള്ളി. മണ്ണാർക്കാട് SC/ST പ്രത്യേക കോടതിയാണ് ജാമ്യം നിഷേധിച്ചത്. പ്രതി പുറത്തിറങ്ങിയാൽ സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയെന്ന് കോടതി നിരീക്ഷിച്ചു. ജോലി വാഗ്ദാനം ചെയ്ത് ദളിത് യുവതിയെ പീഡിപ്പിച്ച കേസിലെ പ്രതിയും കോൺഗ്രസ് നേതാവും പാലക്കാട് നഗരസഭാ കൗൺസിലറുമായ പ്രശോഭ് വത്സൻ നൽകിയ ജാമ്യാപേക്ഷയാണ് കോടതി തള്ളിയത്. മണ്ണാർക്കാട് SC/ST പ്രത്യേക കോടതി ജഡ്ജി ജയാപ്രഭുവാണ് ജാമ്യാപേക്ഷയിൽ വാദം കേട്ട ശേഷം ജാമ്യം നിഷേധിച്ചത്. പ്രതി പുറത്തിറങ്ങിയാൽ തെളിവ് നശിപ്പിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനും സാധ്യതയുണ്ടെന്ന് കോടതി പറഞ്ഞു. ഇത്ര ഗുരുതരമായ കുറ്റകൃത്യം ചെയ്ത ആൾക്ക് ജാമ്യം നൽകുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്നും കോടതി നിരീക്ഷിച്ചു. സമൂഹത്തിൽ സംരക്ഷകനായി നിൽക്കേണ്ട ആൾ പീഡനവീരനായി മാറിയെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞു. ഇത് സമൂഹത്തിൽ വളരെ ഗ്രേവായിട്ടുള്ള ഒരു ക്രൂരമായിട്ടുള്ള കുറ്റകൃത്യമായിട്ട് കോടതി ഈ ജാമ്യവിധിയിൽ പരാമർശിച്ചിട്ടുണ്ട്. ഒരു ഗ്രേവ് ഒഫൻസ് എന്നുള്ള നിലയ്ക്ക് തന്നെ ഇതിനെ പരാമർശിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ജാമ്യഹർജി തള്ളുന്നതിൽ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഒരു ജനപ്രതിനിധിയാണ്, സമൂഹത്തിൽ വലിയ സ്വാധീനമുള്ള ആളാണ്. ഈ ഘട്ടത്തിൽ അയാൾക്ക് ജാമ്യം അനുവദിച്ചാൽ തെളിവുകൾ നശിപ്പിക്കാനും സാക്ഷിക്ക് വലിയ രൂപത്തിൽ പ്രയാസമുണ്ടാക്കുന്നതിനൊക്കെയുള്ള സാഹചര്യങ്ങളുണ്ട് എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. പ്രതിഭാഗം ഇവർ തമ്മിൽ നല്ല പരിചയമുണ്ടായിരുന്നു, അത് സ്വാഭാവികമായിട്ടുള്ള ലൈംഗിക ബന്ധമാണ് ഉണ്ടായത് എന്നാണ് പ്രതിഭാഗം വക്കീലിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള വാദമായിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതൊക്കെ തന്നെ കോടതി മുഖവിലയ്ക്കെടുക്കാതെ ശരിയായ രൂപത്തിൽ ഈ കേസിനെ കണ്ടാണ് ഈ വിധി പറഞ്ഞിട്ടുള്ളത്. മെയ് 27-നാണ് കോൺഗ്രസ് കൗൺസിലർ പ്രശോഭ് വത്സൻ കീഴടങ്ങിയത്. ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെയാണ് പ്രതി പാലക്കാട് സൗത്ത് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങിയത്. മാർച്ച് 27-നാണ് ദളിത് യുവതി പ്രശോഭ് C. വത്സനെതിരെ പാലക്കാട് ടൗൺ സൗത്ത് പോലീസിലും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയത്. അമൃത ന്യൂസ്, പാലക്കാട്. ചിന്നക്കനാൽ കാട്ടാന ആക്രമണത്തിൽ മരിച്ച മാരിയുടെ കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം ഉടൻ നൽകുമെന്ന് F. രാജ MLA. കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവ് സർക്കാർ ഏറ്റെടുക്കും. കാട്ടാന ആക്രമണം തടയാൻ വനം വകുപ്പ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും സർവകക്ഷി യോഗം ആവശ്യപ്പെട്ടു. നടക്കാത്ത ഒരു കാര്യമാണ് നടക്കുന്നത്. വളരെയേറെ സങ്കടമുണ്ട്. ഇവിടെ 47 പേരാണ് ഇവിടെ മരണപ്പെട്ടേക്കുന്നത്. ഈ സ്ത്രീ മരണപ്പെട്ടത് അവരുടെ ഭർത്താവുമില്ല, പുള്ളിയും മരിച്ചുപോയി. 5ാം ക്ലാസ് പഠിക്കുന്ന ഒരു മോനും 7ാം ക്ലാസ് പഠിക്കുന്ന ഒരു ആങ്കൊച്ചും തള്ളയുടെ കൂട്ടത്തും ഉണ്ടായിരുന്നു. അപ്പോൾ അവനെ ഇപ്പോൾ താലൂക്ക് ആശുപത്രിയിൽ ചേർത്തിട്ട് ഇപ്പോൾ ഇടുക്കി മെഡിക്കൽ കോളേജ് കോട്ടയം അവിടെയാണ് നമ്മൾ പോകാൻ പറഞ്ഞേക്കുന്നത്. അവിടെ ചികിത്സ ഇപ്പോൾ തുടർന്നു.
സത്യം പറഞ്ഞാൽ ഇവർ കൂലിപ്പണി ചെയ്യുന്ന ആൾക്കാരാണ്. ഈ കൊച്ചും പാവം ഒരു പെൺകൊച്ചും ഉണ്ട്. വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്നും MC ബോബൻ ചേരുന്നുണ്ട്. ബോബൻ, ഈ പറയുന്ന പോലെ MLAയുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. 47 പേരാണ് ഇതിനോടകം തന്നെ അവിടെ ഈ കാട്ടാന ആക്രമണത്തിൽ മരണപ്പെട്ടത് എന്നുള്ളതാണ്. അതൊരു ചെറിയ സംഖ്യയല്ല. ഒപ്പം ഇന്നിപ്പോൾ സർവകക്ഷി യോഗമൊക്കെ ചേർന്നിട്ടുണ്ടായിരുന്നു. യോഗത്തിലെ ആവശ്യങ്ങൾ എങ്ങനെയാണ്? മറ്റു വിവരങ്ങൾ? അശ്വതി, ശാന്തൻപാറ, പൂപ്പാറ, ചിന്നക്കനാൽ തുടങ്ങിയ മേഖലകളിലായി കഴിഞ്ഞ 15 വർഷത്തിനിടയിലാണ് 47 പേർക്ക് കാട്ടാനക്കലിയിൽ ജീവൻ നഷ്ടമായത്. ഏറ്റവും അവസാനത്തെ ഇരയാണ് മാരി എന്ന ഈ വീട്ടമ്മ. ഇവർ 2 കുട്ടികളെ കൊണ്ട് സ്കൂളിലേക്ക് പോകുന്ന വഴിയാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്നതും അവിടെ വെച്ച് മരിക്കുന്നതും. ഇവരുടെ ഒരു കുട്ടി മകൻ ഇപ്പോൾ ആശുപത്രിയിലാണ്. കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ഈ കുട്ടിയെ മാറ്റിയിട്ടുണ്ട്. ഈ കാട്ടാന ആക്രമണവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. തുടർന്ന് ഇവരുടെ പോസ്റ്റ്മോർട്ടം നടപടികളുമായി സഹകരിക്കില്ല എന്ന നിലപാട് ബന്ധുക്കളും അതുപോലെ തന്നെ പൊതുപ്രവർത്തകരും സ്വീകരിച്ചു. തുടർന്നാണ് സർവകക്ഷി യോഗം ചേർന്നത്. ഇവരുടെ കുടുംബത്തിന് ആവശ്യമായ നഷ്ടപരിഹാരം അടിയന്തരമായി കൈമാറുമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. അതുപോലെ തന്നെ ഈ 2 കുട്ടികളുടെയും വിദ്യാഭ്യാസ ചെലവ് പൂർണ്ണമായും സർക്കാർ ഏറ്റെടുക്കുമെന്നും MLA F. രാജ അറിയിച്ചു. ഇതേ തുടർന്നാണ് പ്രശ്നം തൽക്കാലത്തേക്ക് പരിഹരിച്ചത്. പോസ്റ്റ്മോർട്ടം നടപടികളുമായി സഹകരിക്കാൻ ഇപ്പോൾ ബന്ധുക്കൾ തീരുമാനിച്ചിട്ടുണ്ട്. അതിനുശേഷം ഭാവി പരിപാടികൾ, പ്രത്യേകിച്ചും കാട്ടാന ആക്രമണത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്ന അടിയന്തര നടപടികൾ ഉണ്ടാകണം, അതിനുള്ള തീരുമാനം ഉണ്ടാകണമെന്നുള്ള പ്രധാന ആവശ്യമാണ് സർവകക്ഷി യോഗത്തിൽ ഉയർന്നത്. വനംവകുപ്പും ഇക്കാര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. വനംവകുപ്പ് മന്ത്രി അടുത്ത ദിവസം തന്നെ ചിന്നക്കനാൽ മേഖല സന്ദർശിക്കുമെന്നും സർവകക്ഷി യോഗത്തിന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അശ്വതി, ശരി, വിവരങ്ങളാണ് MC ബോബൻ ഇടുക്കിയിൽ നിന്നും നൽകിയത്. ചിന്നക്കനാലിലെ കാട്ടാന ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ RRT സംവിധാനം മെച്ചപ്പെടുത്തുമെന്ന് മൂന്നാർ DFO സാജു വർഗീസ്. RRTയുടെ അംഗസംഖ്യ കൂട്ടും. ആനകളെ തുരത്താനുള്ള നടപടിയും ഉടൻ തീരുമാനിക്കുമെന്നും DFO അറിയിച്ചു. ഈ RRTയുടെ സേവനം ഒന്നുകൂടി RRTയിലെ ആൾക്കാരൊക്കെ കൂട്ടി ഒന്നുകൂടെ വിപുലീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ കൂടാതെ പ്രാദേശികമായ ആൾക്കാരുടെ അഭിപ്രായങ്ങൾ ഉൾപ്പെടുത്തി ഈ വന്യജീവി സംഘർഷം ലഘൂകരിക്കാനുള്ള ദീർഘകാല പദ്ധതിയും നമ്മൾ ഒന്നുകൂടെ ഇവിടുത്തെ ജനങ്ങളുടെ തന്നെ അഭിപ്രായങ്ങൾ എടുത്തുകൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ വിസ്ത ക്ലിയറൻസ് അല്ല, അങ്ങനെ പെട്ടെന്ന് ചെയ്യാവുന്ന കാര്യങ്ങൾ ഉടൻ തന്നെ ഈ ആഴ്ച തന്നെ ചെയ്യും. RRTയുടെ സേവനം ഒന്നുകൂടെ ശക്തിപ്പെടുത്തി ആൾക്കാരെ കൂട്ടി പെട്ടെന്ന് തന്നെ ഇത് ആനയുടെ സാന്നിധ്യം കണ്ടെത്താനും പിന്നെ അതിനെ ഡ്രൈവ് ചെയ്യാനൊക്കെയുള്ള കാര്യങ്ങൾ ഇന്നു മുതൽ തന്നെ ചെയ്യുന്നു. വനാതിർത്തി മേഖലകളിലെ കർഷകരുടെയും നാട്ടുകാരുടെയും പ്രശ്നങ്ങൾ വിശദമായി പഠിച്ച് ശാശ്വത പരിഹാരം കണ്ടെത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് വനം മന്ത്രി ഷിബു ബേബി ജോൺ. വന്യജീവി ആക്രമണങ്ങളിൽ നഷ്ടപരിഹാര തുക കൂട്ടും. പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ഫണ്ടിന്റെ അപര്യാപ്തതയുണ്ടെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രിസഭ മാറുന്നത് അറിയാഞ്ഞിട്ടല്ല ആന ഇറങ്ങുന്നത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും മാത്രമേ മാറിയിട്ടുള്ളൂവെന്നും ഉദ്യോഗസ്ഥരും ആനയും മാറിയിട്ടില്ലെന്നും ഷിബു ബേബി ജോൺ പറഞ്ഞു. ഇതിൽ എങ്ങനെ വന്നാലും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതിനെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വിമർശിച്ചതായിട്ട് കണ്ടു. റീസണബിൾ, അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന ആളാണ്. ഒരു ബഡ്ജറ്റിൽ പണം വെച്ച് അത് പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്ത് കേരളത്തിന്റെ 6000-ൽ പരം കിലോമീറ്റർ നീളമുള്ള വനാതിർത്തിയിൽ അതിന് പ്രതിവിധി കാണണം എന്ന് പറഞ്ഞാൽ അതാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം വെച്ച ഒരു ഉദ്യോഗസ്ഥനെ ഞാൻ മാറ്റിയിട്ടില്ല. ഇപ്പോഴും അതാണ്. മുഖ്യമന്ത്രി മാറി, ഞങ്ങൾ മന്ത്രിമാരും മാറി എന്നുള്ള അത് ആനയ്ക്കറിയാൻ വയ്യല്ലോ. ആന ഈ നാട്ടിൽ ഇരിക്കുകയല്ലേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ആന അറിയുന്നില്ല. അതോ ഇനി അറിഞ്ഞാണോ ഞങ്ങൾ വന്നെന്ന് അറിഞ്ഞുകൊണ്ടാണോ ആന പെട്ടെന്ന് ഇറങ്ങി വന്ന് നിൽക്കുന്നത്? അതുകൊണ്ട് നിഷ്ക്രിയത്വം അല്ലെങ്കിൽ പ്ലാനിങ് ഇല്ലാത്ത സംവിധാനം തന്നെയായിരുന്നു. ആന മാത്രമല്ല, ആനയുടെയാണ് കൂടുതലായി വരുന്നത്. ഞാൻ ഈ ദിവസങ്ങളിൽ തന്നെ ബോധ്യപ്പെട്ട് പറയുകയും ചെയ്ത് ഏത് സമയത്തും എവിടെയും അപകടം പതിയിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് കേരളത്തിൻ്റെ ഫലഭാഗം. കാസർഗോഡ് അങ്കടിമുകൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ CPM ലോക്കൽ കമ്മിറ്റിയുടെ പേരിൽ കമാനം നിർമ്മിച്ചത് സംബന്ധിച്ച് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് യോഗത്തിൽ ബഹളം. കോൺഗ്രസ് അംഗമായ സോമശേഖര വിഷയം ഉന്നയിച്ചതോടെ ബഹളത്തിൽ കലാശിച്ചു. സർക്കാർ വിദ്യാലയങ്ങളിൽ സ്പോൺസർഷിപ്പിലൂടെ കമാനം നിർമ്മിച്ച് മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ പേര് വയ്ക്കുവാൻ ജില്ലാ പഞ്ചായത്ത് അനുവദിക്കുമോ എന്ന് UDF അംഗങ്ങൾ ചോദ്യം ഉയർത്തി. അങ്കടിമുഗർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ CPM നേതാവായ അബ്ദുൾ റഹ്മാന്റെ സ്മരണാർത്ഥം കമാനം സ്ഥാപിച്ച് അതിൽ CPM ബാഡൂർ ലോക്കൽ കമ്മിറ്റി എന്ന് രേഖപ്പെടുത്തിയതാണ് ജില്ലാ പഞ്ചായത്ത് യോഗത്തിൽ ബഹളങ്ങൾക്ക് വഴി തുറന്നത്. അത് പറ്റോ പറ്റില്ല എന്നുള്ളത് ഒരു പൊതുവായ തീരുമാനം നിലപാട് നമുക്കുണ്ടാകും. ഇല്ലെങ്കിൽ നാളെ നമ്മളെല്ലാ സ്കൂളുകളും ഇങ്ങനെ രാഷ്ട്രീയവൽക്കരിക്കാൻ തുടങ്ങിയെങ്കിൽ
സ്കൂൾ കമാനത്തിൽ നിന്ന് CPM ലോക്കൽ കമ്മിറ്റി എന്ന് എഴുതിയത് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് അംഗം സോമശേഖര വിഷയം അവതരിപ്പിച്ചതോടെ യോഗം ആരംഭിച്ച് ആദ്യത്തെ 40 മിനിറ്റ് നേരം ഇത് സംബന്ധിച്ച് അംഗങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളും വാക്കേറ്റങ്ങളും മാത്രമായി. പിന്നെ എല്ലാ സ്കൂളിലും ഏതെങ്കിലും നിലയിൽ ചെയ്യുന്ന സമയത്ത് ഈ ജില്ലയിലെല്ലാം ജില്ലാ പഞ്ചായത്ത് യോഗം അംഗീകരിച്ചതിന് ശേഷമാണോ അതിന്റെ എല്ലാ ഫയലും ഈ ജില്ലാ പഞ്ചായത്തിലുണ്ടാവോ? ഇത്തരത്തിൽ കമാനം സ്ഥാപിക്കുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിഷ്പക്ഷതയ്ക്ക് വിരുദ്ധമെന്ന് UDF അംഗങ്ങൾ ആരോപിച്ചു. ബഹളം ശക്തമായതോടെ വിഷയം സെക്രട്ടറിയെ കൊണ്ട് അന്വേഷിപ്പിച്ച് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് അടുത്ത ജില്ലാ പഞ്ചായത്ത് യോഗത്തിൽ അജണ്ടയാക്കാമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു എബ്രഹാം മറുപടി നൽകി. ഇതേ രീതിയിൽ ജില്ലയിലെ സർക്കാർ വിദ്യാലയങ്ങളിൽ സ്പോൺസർഷിപ്പിലൂടെ കമാനം സ്ഥാപിച്ച് UDFിലെ രാഷ്ട്രീയ പാർട്ടികളുടെ പേര് വെക്കുവാൻ ജില്ലാ പഞ്ചായത്ത് അനുമതി നൽകുമോ എന്ന ചോദ്യവും ബഹളത്തിനിടെ UDF അംഗങ്ങൾ ഉയർത്തി. നമുക്കത് പറ്റോ പറ്റില്ല എന്നുള്ള ഒരു ധാരണ പോലും ജില്ലാ പഞ്ചായത്തിന്റെ പേടിയില്ലെങ്കിൽ നമ്മൾ എത്ര പേരിനെ കുറിച്ച് ബാക്ക് ചെയ്യാമോ? അമൃത ന്യൂസ്, കാസർഗോഡ്. അപകടരഹിത വെടിക്കെട്ട് നടത്താൻ ഒരുങ്ങി കൊച്ചിൻ ദേവസ്വം ബോർഡ്. ക്ഷേത്രങ്ങളിൽ പരമ്പരാഗത വെടിക്കെട്ട് ഒഴിവാക്കി ആധുനിക രീതിയിലുള്ള വെടിക്കെട്ട് നടത്താനാണ് ആലോചന. ക്ഷേത്രങ്ങളിലെ ഉപദേശക സമിതി അംഗങ്ങളെ പങ്കെടുപ്പിച്ച് നടത്തിയ പ്രത്യേക യോഗത്തിലാണ് തീരുമാനം. ക്ഷേത്രങ്ങളിലെ വെടിക്കെട്ട് കാലാനുസൃതമായി മാറ്റാനാണ് ദേവസ്വം ബോർഡിന്റെ ആലോചന. കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിൽ 409 ക്ഷേത്രങ്ങളുണ്ട്. സഹകരിക്കുന്ന ക്ഷേത്രങ്ങൾ വേറെയും. അവിടങ്ങളിൽ ശബ്ദത്തിന് പ്രാധാന്യം നൽകാതെ വർണ്ണത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ആധുനിക രീതിയിലുള്ള വെടിക്കെട്ട് എന്ന ആശയമാണ് ദേവസ്വം മുന്നോട്ട് വെച്ചത്. നമ്മുടെ ഗവൺമെൻറ് തന്നെ അതിൻ്റെ അഭിപ്രായങ്ങൾ ആരാഞ്ഞുകൊണ്ട് ദേവസ്വങ്ങൾക്ക് കത്തയച്ചിട്ടുണ്ട്. അപ്പോൾ അഭിപ്രായ സ്വരൂപണം വെടിക്കെട്ട് നടത്തുന്ന ഉത്സവങ്ങൾ നടത്തുന്ന ക്ഷേത്രങ്ങളിലെ ക്ഷേത്ര ഉത്സവ കമ്മിറ്റികളും അതുപോലെ തന്നെ ക്ഷേത്ര ഭാരവാഹികളും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാരും ഒക്കെ കൂടിച്ചേർന്നുകൊണ്ട് ഒരു അഭിപ്രായ സ്വരൂപണം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ യോഗം വിളിച്ചിട്ടുള്ളത്. മുണ്ടത്തിക്കോട് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ അപകടരഹിതമായ വെടിക്കെട്ട് വേണമെന്ന ആവശ്യമുയർന്നതോടെയാണ് പുതിയ പരിഷ്കരണത്തിന് ആലോചന ആരംഭിച്ചത്. അമൃത ന്യൂസ്, തൃശൂർ. കേരളത്തിൽ ജലനയം രൂപീകരിക്കുമെന്ന് മന്ത്രി മോൻസ് ജോസഫ്. 2027 മുൻപ് ജലനയം പ്രഖ്യാപിക്കും. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കണമെന്നാണ് സർക്കാരിന്റെ നിലപാട്. മുല്ലപ്പെരിയാർ വിഷയം സംബന്ധിച്ച് കേരളവും തമിഴ്നാടും തമ്മിൽ അഭിപ്രായ സമന്വയമുണ്ടാകണമെന്നും ഇതിനുള്ള ശ്രമമുണ്ടാകുമെന്നും മോൻസ് ജോസഫ് കോട്ടയത്ത് പറഞ്ഞു. ഒരു വാട്ടർ പോളിസി, ഒരു ജലനയം കേരളത്തിൽ രൂപീകരിക്കാൻ നമ്മൾ ഇപ്പോൾ തന്നെ തീരുമാനിച്ചു. ആ ജലനയം രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ഹൈ ലെവൽ കോൺക്ലേവ്, ഈ ജലനയം രൂപീകരണത്തിന് മുന്നോടിയായി നമ്മുടെ ജലസ്രോതസ്സുകളും കുടിവെള്ള വിതരണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സംസ്ഥാനത്തിന്റെ ഇന്നത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കുടിവെള്ളം ജലവിതരണം 2 കാര്യങ്ങളും അതുപോലെ തന്നെ ഇറിഗേഷൻ പർപ്പസും ഇതെല്ലാം തൃപ്തികരമായി നിർവഹിക്കാനും കഴിയുന്ന സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്വം, അത് ജനങ്ങളുടെ അവകാശമാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ അതുപോലെ സ്റ്റേറ്റിന്റെ കടമയുമാണ്. ഈ 2 കാര്യങ്ങളും ജനങ്ങളുടെ അവകാശമാണ്, സ്റ്റേറ്റിന്റെ കടമയാണ്. അത് കുറ്റമറ്റ നിലയിൽ തൃപ്തികരമായി നിർവഹിക്കാൻ സർക്കാർ എന്തെല്ലാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു അതാണ്. പായൽ കയറി മാലിന്യങ്ങൾ നിറഞ്ഞ സംരക്ഷണവേലി പോലും ഇല്ലാതെ അപകടക്കെണിയിലായി മാറിയിരിക്കുകയാണ് ഒരു തണ്ണീർത്തടം. കൊല്ലം പെരിനാട് ഗ്രാമപഞ്ചായത്തിലെ 17-ാം വാർഡിലുള്ള നെല്ലിപ്പണയിൽ കുളമാണ് പ്രദേശവാസികളുടെ ആശങ്കയ്ക്ക് കാരണം. മുൻപ് കൃഷിക്ക് ജീവജലമായിരുന്ന ഈ കുളം ഇന്ന് അപകട ഭീഷണിയും ആരോഗ്യ പ്രശ്നങ്ങളും ഉയർത്തുന്ന നിലയിലാണ്. മഴ ശക്തമായതോടെ പായലും മാലിന്യവും നിറഞ്ഞ് അവഗണനയുടെ പ്രതീകമായി മാറിയിരിക്കുകയാണ് പെരിനാട് ഗ്രാമപഞ്ചായത്തിലെ 17-ാം വാർഡിലുള്ള നെല്ലിപ്പണയിൽ കുളം. വർഷങ്ങൾക്ക് മുമ്പ് പെരിനാട് ഏലായിലെ കൃഷി ആവശ്യങ്ങൾക്കായി ഈ കുളത്തിലെ ജലമാണ് ഉപയോഗിച്ചിരുന്നത്. ഏല സംരക്ഷണ സമിതിയുടെയും കൃഷിവകുപ്പിന്റെയും നേതൃത്വത്തിൽ സ്ഥാപിച്ച പമ്പ് വഴി കുളത്തിലെ ജലം കൃഷിയിടങ്ങളിലേക്ക് വിതരണം ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ പമ്പിന്റെ പ്രവർത്തനം നിലച്ചതോടെ കുളം പൂർണ്ണമായും അവഗണിക്കപ്പെട്ടു. പായലും മാലിന്യവും കുന്നുകൂടി ജലാശയത്തിന്റെ സ്വാഭാവിക അവസ്ഥ തന്നെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. മുൻപ് ഒരു കുട്ടി ഉൾപ്പെടെ 2 പേർ കുളത്തിൽ മുങ്ങിമരിച്ചതായും നാട്ടുകാർ പറയുന്നു. ഏകദേശം 15 അടി താഴ്ചയുള്ള കുളത്തിന് സുരക്ഷ ഉറപ്പാക്കാൻ പഞ്ചായത്ത് സംരക്ഷണവേലി സ്ഥാപിച്ചിരുന്നെങ്കിലും കാലക്രമേണ അത് തകർന്ന് നശിച്ചു. കൊച്ചു പിള്ളേരൊന്നും കുറേ പിള്ളേരൊന്നും മീൻ പിടിക്കുന്നുണ്ട്. ഒരുപാട് കാലത്ത് എത്തി അതിനകത്ത് പോയി കഴിഞ്ഞാൽ എടുക്കാനൊക്കത്തില്ല. അപ്പോൾ ഒരു വേലിയോ എന്തെങ്കിലും വെച്ച് മറിച്ചിടണം. അടുത്തൊരു അംഗനവാടി ഉണ്ട്, വരുന്ന കൊച്ചുകൾ എല്ലാവരും അങ്ങ് എത്തിക്കടന്നെല്ലാം നോക്കി എടുക്കുകയെല്ലാം ചെയ്യും. മാലിന്യം നീക്കം ചെയ്യുക, കുളം സംരക്ഷിക്കുക, സുരക്ഷാവേലി പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർന്നിട്ടും നടപടികൾ വൈകുകയാണെന്നാണ് നാട്ടുകാരുടെ പരാതി. വലിയൊരു ദുരന്തം സംഭവിക്കുന്നതിന് മുൻപ് ബന്ധപ്പെട്ട അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. അമൃത ന്യൂസ്,
കൊല്ലം. ആലുവ അതുൽ കൊലക്കേസിൽ പോലീസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. 1500 പേജുള്ള കുറ്റപത്രത്തിൽ 211 സാക്ഷികളുടെയും 200-ലധികം തൊണ്ടി മുതലുകളുടെയും വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അന്വേഷണത്തിന്റെ ഭാഗമായി 15 സ്ഥലങ്ങളിലെ CCTV ദൃശ്യങ്ങളും പ്രതികളുടെ 13 മൊബൈൽ ഫോണുകളും വിശദമായി പരിശോധിച്ചാണ് കുറ്റപത്രം തയ്യാറാക്കിയത്. സംഭവം നടന്നതിനു ശേഷം 87ാം ദിവസമാണ് അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചത്. കോഴിക്കോട് നഗരത്തിൽ ഓപ്പറേഷൻ തൂഫാൻ മിന്നൽ പരിശോധന. പ്രതികൾ ഓടി രക്ഷപ്പെട്ടു. കോഴിക്കോട് നന്മണ്ട താനോത്ത് അനന്തു എന്ന ടോബിയും പുതിയാപ്പ പണ്ടാരക്കണ്ടി സ്വദേശി കീർത്തനയുമാണ് ഓടി രക്ഷപ്പെട്ടത്. 3ഓളം ലഹരി കേസുകളിലും യുവതിയെ വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലും പ്രതിയാണ് അനന്തു. പ്രതികൾ സഞ്ചരിച്ച വാഹനവും 7 ഗ്രാം ലഹരിയും പോലീസ് പിടിച്ചെടുത്തു. ഇരുവരും ഏറെ നാളായി ഡാൻസ് ഓഫ് സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു. 3 മൊബൈൽ ഫോണുകളും ഇലക്ട്രോണിക് ത്രാസും 85,100 രൂപയും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. രക്ഷപ്പെട്ടവർക്കായി തിരച്ചിൽ ഊർജിതം. കൊല്ലം കുണ്ടറയിൽ റോഡരികിൽ കഞ്ചാവ് ചെടി കണ്ടെത്തി. സംശയം തോന്നിയ പ്രദേശവാസികൾ വിവരം അറിയിച്ചതിനാൽ കൊല്ലം റൂറൽ ഡാൻസ് ഓഫ് സംഘം സ്ഥലത്തെത്തി കഞ്ചാവ് ചെടികൾ പിഴുതെടുത്തു. 13 കഞ്ചാവ് ചെടികളാണ് ഉണ്ടായിരുന്നത്. വള്ളക്കാരുടെ ജീവൻ കാക്കേണ്ടവർ വെള്ളത്തിൽ ഡ്യൂട്ടി സമയത്ത് മദ്യപിച്ച് ലൈഫ് ഗാർഡുകൾ. അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ കൺട്രോൾ റൂമിലാണ് മദ്യപാനം. തൃശൂർ ജില്ലയിലെ അഴീക്കോട് മുതൽ ചാവക്കാട് വരെയുള്ള തീരദേശ മേഖലയും മത്സ്യത്തൊഴിലാളികളെയും സംരക്ഷിക്കാനുള്ള ലൈഫ് ഗാർഡുമാരാണ് ഡ്യൂട്ടി സമയത്ത് മദ്യപിച്ചത്. മദ്യപിക്കുന്നതും അബോധാവസ്ഥയിൽ ഓഫീസിൽ കിടക്കുന്നതിൻ്റെയും ദൃശ്യങ്ങൾ പുറത്തുവന്നു. തൊഴിലാളികൾ അപകടത്തിൽപ്പെട്ടാൽ രക്ഷാപ്രവർത്തനത്തിനെത്തേണ്ട ജീവനക്കാരാണ് മദ്യപിക്കുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപുള്ള ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. മുല്ലൻപൂർ ടെസ്റ്റിൽ അഫ്ഗാനിസ്ഥാനെതിരെ ഇന്നിംഗ്സും 300 റൺസിനും ഇന്ത്യക്ക് ജയം. 3-ാം ദിനം അഫ്ഗാൻ 2-ാം ഇന്നിംഗ്സിൽ 112 റൺസിന് പുറത്തായി. ഇന്ത്യയുടെ 1-ാം ഇന്നിംഗ്സ് സ്കോറായ 564 റൺസിന് മറുപടിയായി ആദ്യ ഇന്നിംഗ്സിൽ അഫ്ഗാനിസ്ഥാൻ 152 റൺസിന് ഓൾ ഔട്ടായിരുന്നു. 412 റൺസിന്റെ കൂറ്റം 1-ാം ഇന്നിംഗ്സ് ലീഡ് വഴങ്ങിയാണ് ഫോളോ ഓൺ ചെയ്തത്. 2-ാം ഇന്നിംഗ്സിൽ വാഷിംഗ്ടൺ സുന്ദർ 4 വിക്കറ്റും കുൽദീപ് യാദവ് 3 വിക്കറ്റും നേടി. 1-ാം ഇന്നിംഗ്സിൽ മാനവ് സുതാർ 6 വിക്കറ്റ് നേടിയിരുന്നു.